നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഫൈനലി നമുക്ക് ട്രാൻസ്ഫറിനെ കുറിച്ച് സീസണിൽ ശരിക്കും പറഞ്ഞത് ഇപ്പോ രണ്ടാമത്തെ ട്രാൻസ്ഫർ വീഡിയോ ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ആലോചിക്കുക, ചെൽസി ഫുട്ബോൾ ക്ലബിലെ ട്രാൻസ്ഫർ വീഡിയോയിൽ രണ്ടാമത്തെ ട്രാൻസ്ഫർ സീസണിൽ വീഡിയോ ഉള്ളൂ. മൊത്തത്തിൽ എല്ലാ ക്ലബ്ബുകളും ഭയങ്കര ഡൗൺ ആണ്. ആരും അങ്ങനെ ആക്റ്റീവ് ആയിട്ടില്ല, ചുമ്മാ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നില്ല. FFP റൂൾസ് ഒക്കെ ഭയങ്കരമായിട്ട് ടൈറ്റൻ ചെയ്തുകൊണ്ട് എല്ലാവരും കുറച്ച് പേടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. ബട്ട് ചെൽസി ഈസ് ഇൻ ഓൾ ഔട്ട് ഫോർ മൈക്കൽ ഒലീസ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒലീസിന്റെ ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കാരണം ഓൾറെഡി നോണി മാഡോ ഒക്കെ ഉണ്ട്. പക്ഷെ ഒലീസിന്റെ ഔട്ട്പുട്ടും ഡെവലപ്മെന്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹീസ് ഇൻക്രെഡിബിൾ. ഒരു ഒലീസ്, പാൽമർ, എൻകുങ്കു ആൻഡ് എ സ്ട്രൈക്കർ ആണ് നമ്മുടെ ഫ്രണ്ട് ഫോർ എങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ ഇറ്റ് ലുക്സ് ഇൻക്രെഡിബിൾ. പാൽമർ നമുക്ക് ഓൾറെഡി അറിയാം, ഹീസ് ജസ്റ്റ് എക്സെപ്ഷണൽ പ്ലെയർ എന്നുള്ളത്. കാരണം ഒലീസിന് വിഡ്ത്ത് യൂസ് ചെയ്യാൻ നല്ലോണം അറിയാം. ആൻഡ് ഒലീസും പാൽമറും, ഒലീസ് ഏകദേശം ഒരു നോണി മാഡുവെക്കേന്റെ സ്റ്റൈൽ ഒരു പ്ലെയർ ആണ്. പാൽമർ ആണെങ്കിൽ വേറൊരു ഡിഫറൻറ്റ് സ്റ്റൈൽ, ഒരു പോസ്റ്റ് ഒക്കെ ഉള്ള എടുക്കുന്ന സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ത്രൂ ബോൾ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് ഒലീസിന്റെ ഒരു വൺ ടച്ച് പാസ് വിത്ത് പാൽമർ ക്യാൻ ബി എക്സലന്റ്. ആൻഡ് ഒലീസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ ഹീസ് പ്രീമിയർ ലീഗ് പ്രൂവൻ. ആ ഒരു ഇന്റൻസിറ്റി കളിക്കാൻ അറിയാം. ഒരു ടീമിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അഡാപ്റ്റബിലിറ്റി, അതിന്റെ സമയം കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് അത് നോണി മാഡുവെക്കെതിരെ ആയിരിക്കും. കാരണം ദിസ് ഗൈ ഹാസ് സീരിയസ് പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് നോണി മാഡുവെക്കെ ഒരു പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്റെ സ്വയമേ വേറെ ഒരു പാത തേടി പോകാനായിട്ടുള്ള ഒരു ചാൻസ് ആണ്. ലോൺ മൂവ് ഒക്കെ അഫ്കോഴ്സ് കോൺട്രാക്ട് സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. ബട്ട് ലോൺ മൂവ് പോവോ അല്ലെങ്കിൽ വേറൊരു ക്ലബിലേക്ക് നമ്മൾ വെക്കുവോ എന്നുള്ളതൊക്കെ നമുക്കിനി വഴിയെ കണ്ടറിയണം. ക്യാൻ നോണി മാഡുവെക്ക് ഒലീസിനെ പോലെ ഒരു പ്ലെയർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ്. പക്ഷേ എങ്ങനെ ഇതൊക്കെയാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ കളിക്കുന്നത്. നമ്മൾ ഈ റോ ടാലൻസിനൊക്കെ മേടിച്ചിട്ട് അവർക്ക് നമ്മൾ സമയം കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ വേറൊരു നല്ല പ്ലെയറിനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സൈൻ ചെയ്യാൻ മേടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേർലിങ്ങിന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല പൊച്ചറ്റിനോ താല്പര്യം ഉണ്ടോ എന്നുള്ളത് സ്റ്റേർലിങ്ങിനെ വിൽക്കാനായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട്. പക്ഷെ ഒരു പക്ഷേ സ്റ്റേർലിങ്ങിനെ അവർ വിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുമായിരിക്കും വരുന്ന സമ്മറിൽ. അതുപോലെ തന്നെ നമ്മൾ സ്ട്രൈക്കറിനെ മേടിക്കുമ്പോഴത്തേക്കും വി ഓൾറെഡി ഹാവ് ജാക്സൺ. അപ്പോൾ ജാക്സൺ ഉണ്ട്, എൻകുങ്കു ഉണ്ട്, ആൻഡ് മുഡ്രിക്കിനെ നമ്മൾ എന്നാലും വിൽക്കൂല. കാരണം ആ ഒരു വില കൊടുത്തിട്ട് ഇനി ആരും മേടിക്കാനുള്ള സാധ്യതയില്ല. ഇന്ന് ആരുടെയെങ്കിലും അത്രത്തോളം പൈസയില്ല. ആൻഡ് എവറിബഡി ഈസ് വെരി കാൽക്കുലേറ്റീവ്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം ഇരിക്കുന്ന സ്ഥിതിയിൽ നമ്മൾ എന്താ പറയണേ, ആകെക്കൂടി ഇനി അവിടെ വിൽക്കാനായിട്ടുള്ള സ്റ്റേർലിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻഡ് സ്റ്റേർലിംഗ് ഈസ് ഓൺ വെരി ഹൈ വേജസ്. ചെൽസി എത്രയും പെട്ടെന്ന് കുറയ്ക്കാനായിട്ടാണ് വേജസിന്റെ കാര്യത്തിൽ നോക്കുന്നത്. അപ്പോൾ സ്റ്റേർലിംഗിന്റെ വേജസ് കുറയ്ക്കാന്നുള്ളത്. സോ ഒലീസ് ആരായാലും വന്നു കഴിഞ്ഞാൽ നോണി മാഡുവെക്കെ ഡെഫിനറ്റ്. സോ നോണി മാഡുവെക്കെ ഗോസ് ഔട്ട്, സ്റ്റേർലിംഗ് ഗോസ് ഔട്ട്. സമ്മറിൽ ഒരു പ്രോബ്ലി ഒരു ചെറിയ ക്ലിയർ ഔട്ട് അവിടെ കാണാനായിട്ടുണ്ട്. ഐ എം ഹാപ്പി. അൺഫോർച്ചുനേറ്റ്ലി ഒരു ചെറിയ ഇഞ്ചുറി കൺസേൺ ഉള്ള ഒരു പ്ലെയർ ആണ് ഒലീസ്. ഈ സീസണിൽ കുറച്ചു നേരം ഔട്ട് ആയിട്ടിരുന്നുണ്ടായിരുന്നു. ബട്ട് നമുക്ക് എന്തുന്നാലും അവിടെ പാൽമറിനായിട്ട് തന്നെ നമുക്ക് കളിക്കാം, നമ്പർ 10 ആയിട്ട് കളിപ്പിക്കാൻ നമുക്ക് വേറെ ആൾക്കാരുള്ള സ്ഥിതിക്ക് ഹാവിങ് ഒലീസ് ഐ തിങ്ക് ഈസ് ഫാന്റാസ്റ്റിക്. പുള്ളിക്കാരൻ നേരിട്ട് തന്നെ വരുന്ന നേരെ ഫസ്റ്റ് 11 കയറും, ഒരു സംശയം വേണ്ട. ഒലീസ്, പാൽമർ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ ഐദർ വിൽ ബി എൻസോ ഫെർണാണ്ടസ് ഓർ കാർനെ ചുക്വാമെക്ക അലോങ് വിത്ത് കൈസഡോ. അപ്പോ നമ്പർ 10 അല്ലെങ്കിൽ നമ്പർ 8 ആയിട്ട് കളിക്കാൻ പാൽമറിനോടൊപ്പം തന്നെ ഉള്ളത് 3 പ്ലേയേഴ്സ് ആണ്. കൈസഡോ കോണർ ഗാലഹർ, എൻസോ ഫെർണാണ്ടസ് ആൻഡ് കാർനെ ചുക്വാമെക്ക. സോ 2 ഡബിൾ ഫുട്ടഡ് പ്ലേയേഴ്സ്. ഒരു തേർഡ് ഡബിൾ ഫുട്ടഡ് പ്ലെയർ ഇരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നോണി മാഡുവെക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാൻസ് കിട്ടാൻ വളരെ വളരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ സീസണിന് എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് നോണി മാഡുവെക്ക് പതുക്കെ ഗെയിം ടൈം കിട്ടുന്നത്. പിന്നെ എല്ലാം മാറ്റി മറിക്കാം. വരുന്ന ഇനിയുണ്ടല്ലോ മത്സരങ്ങൾ, തീർന്നിട്ടില്ലല്ലോ. ഇനി മത്സരങ്ങളിൽ ഒരു പക്ഷേ നോണി മാഡുവെക്കിന്റെ പെർഫോമൻസ് ഇനിയും ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ഫിനിഷിംഗ് ആണ് നോണി മാഡുവെക്കിന്റെ ഒരു ചെറിയ ഇഷ്യൂ. അത് ചെൽസിന് മൊത്തത്തിലൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പോ പോച്ചിന് പറ്റിയ ഒരു പ്ലെയർ ആണ് ഒലീസ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ. എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ടോപ്പ് ലെവൽ ലീഗിൽ എക്സ്പോസ്ഡ് ആയിട്ട് കളിച്ച് പരിചയമുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് ദാറ്റ് ഈസ് എ വണ്ടർഫുൾ അഡീഷൻ ഫോർ ദ ടീം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് ഇപ്പൊ എന്താവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. സ്ട്രൈക്കർ ഒലീസ്, പിന്നെ നമ്മളൊരു സെന്റർ ബാക്ക് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഫൊഫാനയുടെ തിരിച്ചുവരവ് ആ പ്ലാനിൽ മാറ്റം വരുത്തുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് സമ്മർ ഇസ് എ ലോങ് വേ. ഫുട്ബോൾ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരമാണ്. അതിനിടയ്ക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ബട്ട് ദിസ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ്. എന്റെ തോട്ട്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ആണെന്ന് ഞാൻ വിചാരിച്ചു. ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK as usual from Chelsea Karan.